ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ക്രോഷ്യ ക്യാപ്പ് അഥവാ ക്രോഷ്യ ബീനി ചെയ്യുന്നതിൻ്റെ ഒരു ട്യൂട്ടോറിയലാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഡബിൾ ക്രോഷ്യസ് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ ബേസിക് സ്റ്റിച്ചസ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 2 ഇയർ ബേബിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ക്യാപ്പാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 5.5 mm ഹുക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പിനും ഓരോ ഹുക്ക് സൈസ് എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം ഓരോ ഏജിനുള്ള ഹുക്ക് സൈസ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 ഇയർ ബേബിക്ക് ആയതുകൊണ്ട് തന്നെ 5.5 mm ഹുക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് അക്രിലിക്കിൻ്റെ ആണ് എടുത്തിട്ടുണ്ട്. ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിതുപോലെ സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുത്തു. ഇതാണ് സ്ലിപ്പ് നോട്ട്. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 6 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെയിൻ 1, ചെയിൻ 2, ചെയിൻ 3, ചെയിൻ 4, ചെയിൻ 5, ചെയിൻ 6. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ഒരു സർക്കിൾ ഫോം ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്ത് ചെയിനില്ലേ, ആ ഒരു ചെയിനിലേക്ക് നമുക്ക് സ്ലിപ്പ് നോട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു ചെയിനിൻ്റെ ഉള്ളിലൂടെ ഹുക്കിനെ പുൾ ത്രൂ ചെയ്തു. ഇനി യാൺ ഓവർ ചെയ്തെടുക്കുക, എന്നിട്ട് ആ ഒരു ലൂപ്പിൽ കൂടെ വലിക്കുക. ഇവിടെ ജോയിൻ ചെയ്ത ശേഷം നമ്മളൊരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ചെയിൻ സ്റ്റിച്ച് ഇടാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് നമ്മളതിലേക്ക് ആ ഒരു സർക്കിളിലേക്ക് 13 ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. ഹുക്കിനെ യാൺ ഓവർ ചെയ്യുക, എന്നിട്ട് ആ ഒരു സെൻറ്ററിലൂടെ ഹുക്കിനെ പാസ് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുക്കുക. ഇതുപോലെ ഹുക്കിന് മുകളിലായിട്ട് 3 ലൂപ്പ് ഉണ്ടാവും. ആദ്യത്തെ 2 ലൂപ്പിൽ കൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക, വീണ്ടും രണ്ടാമത്തെ ലൂപ്പിൽ കൂടെ യാൺ ഓവർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ കിട്ടി. ഇങ്ങനെ ബാക്കി 12 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോൾ ആ ഒരു ടെയിൽ ഇല്ലേ, നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിരുന്ന ടെയിൽ എൻഡ് കൂടെ അതിൽ കൂടെ കൂട്ടിയിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നാലുള്ള അവിടെ അത് ഒന്ന് ഹൈഡായിട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മളത് സ്റ്റിച്ച് ചെയ്യണൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി, ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ 13 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സർക്കിൾ ക്ലോസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യ ഇല്ലേ, അതിന് മുകളിലായിട്ട് ഇതുപോലൊരു സ്റ്റിച്ച് ഉണ്ടാവും. അതിലൂടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഓരോ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും 2 ചെയിൻ ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അപ്പോൾ നമ്മൾ 2 ചെയിൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു 2 ചെയിനെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ ചെയ്യാനുള്ളത് ഇൻക്രീസിങ് ആണ്. അതായത് ഒരു സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നതിനാണ് ഇൻക്രീസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 2 ചെയിൻ ഇട്ടത് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 2 സ്റ്റിച്ച് കിട്ടും. ഇങ്ങനെ തൊട്ടടുത്ത ചെയിനിലേക്കും നമ്മൾ വീണ്ടും ഇതുപോലെ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ വീണ്ടും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ അടുത്തതിലും കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് റൗണ്ടിൽ ചെയ്യുന്നത്. അതായത് ഡബിൾ ക്രോഷ്യ ഇൻക്രീസിങ് ആണ് സെക്കൻഡ് റൗണ്ടിൽ ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ ഇൻക്രീസിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു ഭാഗം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയിലേക്ക് നമുക്കിതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് റൗണ്ട് ചെയ്യാനായിട്ട് വീണ്ടും 2 ചെയിൻ ചെയ്ത് കൊടുക്കാം. ചെയിൻ 1, ചെയിൻ 2. ഇനി നമ്മൾ തേർഡ് റൗണ്ടിൽ ചെയ്യാൻ പോകുന്നത് 2-1-2-1 എന്നുള്ള പാറ്റേൺ ആണ്. അതായത് ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ, തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ, അങ്ങനെ 2-1 എന്നുള്ള പാറ്റേൺ ആണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് 2 ചെയിൻ ചെയ്തത് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുത്താൽ 2 ഡബിൾ ക്രോഷ്യ ആയി.
അപ്പോൾ ഇവിടെ 2 ഡബിൾ ക്രോഷ്യ കിട്ടി. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുത്താൽ മതി. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷ്യ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ടു വൺ എന്നുള്ള പാറ്റേൺ ആണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഈ ഒരു തേർഡ് റൗണ്ടും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. തേർഡ് റൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് റൗണ്ട് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇനി സെയിം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 ചെയിൻ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമ്മളിതേ ഈ ഒരു റൗണ്ടിൽ ചെയ്യാൻ പോകുന്ന പാറ്റേൺ 2-1-1-2-1-1 എന്നുള്ള പാറ്റേൺ ആണ്. അതായത് ആദ്യത്തെ സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ, പിന്നെ നെക്സ്റ്റ് 2 സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. ഫോർത്ത് റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിനെ സെക്കൻഡ് ചെയിനില്ലേ അതിലേക്ക് ഇട്ടിട്ട് റൗണ്ട് ക്ലോസ് ചെയ്തെടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ ചെയ്തെടുത്തു. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു റൗണ്ട് മാറ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്പിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കാനുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് 2 ചെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓരോ സ്റ്റിച്ചിലേക്കും ചെയ്യാൻ പോകുന്നത് ഓരോ ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യാൻ പോകുന്നത്. അതായത് 5th റൗണ്ടിൽ നമ്മൾ ഇപ്പോൾ 2 ചെയിൻ ചെയ്തു, അത് നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി ആ ചെയിനിലേക്ക് ചെയ്യാതെ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് വേണം നമ്മൾ അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു റൗണ്ട് മുഴുവനും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഓരോ സ്റ്റിച്ചിലേക്ക് ചെയ്ത് കൊടുക്കുകയാണ് 5th റൗണ്ടിൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഫുൾ റൗണ്ട് ചെയ്യുന്നത് കാണിക്കുന്നില്ല. 5th റൗണ്ട് മുതൽ നമ്മളെ ബേബീസിൻ്റെ ഹെഡിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ടാണ് നമ്മളിതിന് റോസ് കൂട്ടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മൊത്തം 13 റോ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ 5 റൗണ്ട് മുതലാണല്ലോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 5 റൗണ്ട് കഴിഞ്ഞിട്ട് ബാക്കി 9 സ്റ്റിച്ചസ് ഇതിൽ കൂട്ടി ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ ഈ ഒരു ക്യാപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. 17 ഇഞ്ചാണ്, അതായത് 17 ഇഞ്ചാണ് വരുന്നത്. നിങ്ങൾ ബേബീസിന് ഇട്ട് നോക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടണം എന്നനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ റോസ് കൂട്ടി ചെയ്താൽ മതി. ഇതിപ്പോൾ ഏകദേശം ഒരു കറക്റ്റ് അളവാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ടോട്ടൽ 13 റോസ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇവിടെയാണ് കട്ട് ചെയ്തെടുക്കുന്നില്ല. ലാസ്റ്റ് സ്റ്റിച്ചിൽ ഞാനിവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടാണ് പിന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 13 റോ വരെ ചെയ്തു. അതിനുശേഷം 14ാമത്തെ റോ ആയിട്ട് ഞാനിവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടാണ് പിന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് യാണിൻ്റെ കളർ മാറ്റണം എന്നുണ്ടെങ്കിലൊക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സെയിം കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് വെച്ചിട്ട് തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാസ്റ്റ് ഇതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാ റോസിലേക്കും ഓരോ സ്റ്റിച്ചിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തിട്ട് ലാസ്റ്റ് യാണിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് യാണിനെ കട്ട് ചെയ്യാനായിട്ട് ഒരു ചെയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് യാണിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒക്കെ നമ്മൾ യാൺ കട്ട് ചെയ്ത് എടുത്ത് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്പിനെ ഒന്നും കൂടെ ക്യൂട്ടാക്കാനായിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഇയർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടെഡി ബിയറിനൊക്കെ ചെയ്യുന്ന ഇയറോ അല്ലെങ്കിൽ പോംപോംസോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്നും കൂടെ ക്യൂട്ടാക്കിയൊക്കെ ചെയ്യാം. രണ്ട് സൈഡിലും അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഈ ഒരു യാണിനെ ഹൈഡ് ചെയ്യാനായിട്ട് ടേപ്പ് സ്ട്രൈ നീഡിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി, നീഡിൽ കോർത്തിട്ട്. ഇത് ഞാൻ ജസ്റ്റ് ഹുക്ക് വെച്ചിട്ട് തന്നെ ഓരോ സ്റ്റിച്ചിലേക്കും ഈ ഒരു യാണിനെ ഇതുപോലെ യാൺ ഓവർ ചെയ്തെടുത്തിട്ട് അത്യാവശ്യമാകുമ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടൊക്കെയാണ് ബേബീസിന് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള പാറ്റേണിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് അതിലേക്ക് 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ട്യൂട്ടോറിയൽ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.